ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഫാമിലി കോണ്ടാക്ട് ചെയ്തു. അതിൽ ആ ഫാമിലിയിലെ മെയിൻ വിസ ഹോൾഡർ, ആ ലേഡി ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് കെയറായിട്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ ലേഡി ഒരു ഹൈ റിസ്ക് ഓഫ് ഫോൾ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ അവരുടെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന് വീൽ ചെയറിൽ കൊണ്ടുവന്ന് ലോഞ്ചിൽ ഇരുത്തിയിട്ട് അടുത്ത പേഷ്യൻറ്റിനെ എടുക്കാനായിട്ട് പോയി. പെട്ടെന്ന് പോയി അടുത്ത പേഷ്യൻറ്റിനെ കൊണ്ടുവരാം. രാവിലത്തെ തിരക്ക്, ഷോർട്ട് ഓഫ് സ്റ്റാഫ്, ഇതൊക്കെ കൊണ്ടായിരിക്കാം പെട്ടെന്ന് പോയി വരാമെന്നുള്ള ഇതൊരു ചിന്തയിലാണ് ഇരുത്തിയിട്ട് പോയത്. ആ പോയ മിനിറ്റുകൾക്കുള്ളിൽ ഈ പേഷ്യൻ്റ് വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയും താഴെ വീഴുകയും, തലയിടിച്ച് വീണത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, എന്തായാലും ആ പേഷ്യൻ്റ് മരിച്ചുപോയി. കൈയോടെ തന്നെ ഈ കെയറായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ലേഡിയെ നഴ്സിംഗ് ഹോമുകാർ ടെർമിനേറ്റ് ചെയ്തു. ഇവർ യൂണിയനിലൊന്നും ചേർന്നിട്ടില്ലായിരുന്നു. ഏതായാലും ഭാഗ്യത്തിന് ഈ ലേഡിക്ക് മറ്റൊരു വിസ കിട്ടുകയും വേറൊരു കെയർ ഹോമിൽ നിലവിൽ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ലേഡിക്ക് കൊറോണർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ജുഡീഷ്യറി ബോഡിയുണ്ട്. അവിടുന്ന് നോട്ടീസ് വന്നിരിക്കുകയാണ് ചെന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ കെയർ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ട് നമ്മൾ ഈ വെയർ ഹൗസിലെ ജോലി പോലെയൊന്നുമല്ല, മനുഷ്യരുമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. അപകടങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ മരണപ്പെടുക വരെ ചെയ്യാം ഈ രോഗികൾ. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പിഴവുകൾ കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ശിക്ഷ വരെ കിട്ടും, ജോലി പോകുന്നത് കൂടാതെ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ജോലി ചെയ്യുന്നവർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധാപൂർവം ഈ ജോലി ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. ഈ റിസ്ക് ഓഫ് ഫോൾ ഉള്ള പേഷ്യൻറ്റിനെ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇവരെ മൂവിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ യൂണിയനിൽ പലരും ജോയിൻ ചെയ്തിട്ടില്ല. ഈ ലേഡിക്ക് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിന് ശേഷമാണ് ഇവർ യൂണിയനിൽ ജോയിൻ ചെയ്തത്. യൂണിയൻകാർ ഇവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് കോടതിയിൽ ഹാജരാകാനൊക്കെ വിസമ്മതിച്ചു. കാരണം മെമ്പർഷിപ്പ് എടുത്തത് ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കെയർ വർക്കറായിട്ടുള്ള എല്ലാവരും ഒന്നുകിൽ RCN, അതായത് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, നേഴ്സസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും RCNോ യൂണിസനോ ഏത് യൂണിയനിൽ ചേർന്നാലും കുഴപ്പമില്ല, യൂണിയനിൽ ചേരുക. ഡൊമിസിലറി കെയർ സപ്പോർട്ട് വർക്കർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ നേഴ്സസിൻ്റെ അണ്ടറിൽ അല്ലാത്തതുകൊണ്ട് യൂണിസൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂണിയനുണ്ട്, അതിൽ ചേരുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്ത്, മാസം ഒരു മെമ്പർഷിപ്പ് ഫീസുണ്ട്, ആ ഫീസ് അടയ്ക്കണമെന്നുള്ള ഇതുകൊണ്ടായിരിക്കും പലരും ചേരാത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേക്കുറിച്ച് യൂണിയനെക്കുറിച്ച് അറിയുക കൂടെ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ദയവ് ചെയ്ത് ഈ വീഡിയോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും. അവർക്ക് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോടതി നടപടികളിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനോ ഒക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ യൂണിയൻ ഉണ്ടാവും. മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ എടുത്താൽ ഉടനെ തന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുകയില്ല. അത് 2-3 മാസമെങ്കിലും കഴിയാതെ, മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം 3 മാസമെങ്കിലും കഴിയാതെ ഇവർ സപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന ആളുകൾ ആണെങ്കിൽ കൂടെ നിങ്ങൾ യൂണിയനിൽ ജോയിൻ ചെയ്യണമെന്ന് ഇതൊരു അഭ്യർത്ഥനയാണ്. ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ. ദയവ് ചെയ്ത് എല്ലാവരും ഇന്ന് തന്നെ യൂണിയനിൽ ചേരുക. ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുക. നിങ്ങളുടെ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.